സി കെ ഷാക്കിർ, മുനമ്പത്തെ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും പറ്റിച്ചു എന്നാണല്ലോ. അതിൽപ്പോൾ കിരൺ റിജിജു ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനം നോക്കുമ്പോൾ ഒരു വ്യവസ്ഥയും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. കോടതി വ്യവഹാരങ്ങളിലേക്ക് തന്നെ പോകുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. പക്ഷേ മുനമ്പം സമരസമിതി പറയുന്നത് അങ്ങനെയല്ല. വൈകിട്ട് മുനമ്പത്ത് വന്നൊരു ഉറപ്പ് കേന്ദ്രമന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ്. പ്രധാനമന്ത്രിയെ കാണുവാനും ക്ഷണം കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ശരിക്കും ഇവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് സഹായം കിട്ടുമെന്നാണ്, മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ്. അല്ല, ഇവര് ഒന്ന് ഈ നിയമത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു ധാരണയില്ലെന്ന് മനസ്സിലായി. മറ്റൊന്ന്, കിരൺ റിജു ഇന്നലെ കൃത്യമായി പറഞ്ഞു, ഇതുവഴി മാത്രം മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തിന് സമീപം മുസ്ലിം ലീഗിന്റെ മഹാറാലി നടക്കുന്നുണ്ട്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പാകെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, മുനമ്പം വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട്, കേരളീയരുടെ നിലപാട്, ആ പ്രശ്നം പരിഹരിക്കണമെന്നും അവിടെ നിന്ന് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കരുത് എന്നാണ്. ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും അവിടെ താമസിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് പറഞ്ഞതല്ല, ഞങ്ങൾ ഈ വിഷയം ഉണ്ടായ അന്ന് മുതൽ പറയുന്നുണ്ട്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം, എല്ലാവർക്കും സാഹോദര്യവും ഒക്കെ ഇവിടെ എല്ലാവരുമായിട്ടുള്ള സാഹോദര്യം നിലനിർത്തണം. ഈ ബി.ജെ.പി. ഗവൺമെന്റും കേരള ഗവൺമെന്റും പ്രശ്നം വഷളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഈസിയായി പരിഹരിക്കേണ്ട ഒരു വിഷയം അനന്തമായി കേരള സർക്കാർ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായി എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാലും അതിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ്. മുനമ്പം വിഷയത്തിൽ അക്കാര്യമാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പൊ സംസാരിച്ച ആ സുഹൃത്ത് ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ്. നമ്മൾ ആ നിയമത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും മുനമ്പം വിഷയം പരിഹരിക്കാനോ അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനകരമായ കാര്യമോ ആ ബില്ലിലില്ല, നിയമത്തിലില്ല. അത് കൃത്യമായി മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടുള്ള ഭൂമി, സ്വത്ത്, ആരാധന കൊള്ളയടിക്കാൻ വേണ്ടി ബി.ജെ.പി. ഉണ്ടാക്കിയിട്ടുള്ള കരിനിയമമാണ്. പക്ഷേ സമരസമിതിയുടെ നേതാവാണ് പറയുന്നത്, മുനമ്പത്തെ സമരസമിതി അവർ എടുത്തിട്ടുള്ള ഒരു തീരുമാനപ്രകാരമാണ്. ഇപ്പോഴും അവർ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഷാക്കിർ, അത് അദ്ദേഹത്തെ അവരവരുടെ അഭിപ്രായം പറയട്ടെ. നമ്മൾ പറയുന്നത് അവരുടെ ഉദ്ദേശശുദ്ധിയിൽ ഇപ്പൊ നമുക്ക് സംശയം തോന്നുകയാണ്. അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാനല്ല ആഗ്രഹം എന്നാണ് നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാക്കുന്നത്. ബി.ജെ.പി. എന്ന് പറയുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള, അതുപോലെ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന സമയാസമയം ആദിവാസികളെ, ദളിതുകളെ, ഇപ്പോ ഏറ്റവും ഒടുവിൽ ജബൽപൂരിലും മണിപ്പൂരിലും ഡൽഹിയിലും ഉൾപ്പെടെ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു സർക്കാരിനെ പ്രതീക്ഷ വെക്കുന്ന ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ മഞ്ജുഷ ഒരു വളരെ ഈസിയായി പറയാം. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിച്ച് പറയാം. മുനമ്പം വിഷയം പരിഹരിക്കാൻ കേരള സർക്കാരിന് വളരെ ഈസിയായി കഴിയും മഞ്ജുഷ. അത് കൃത്യമായി അതിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ പറയട്ടെ, ദയവ് ഇടപെടരുത് പ്ലീസ്. മഞ്ജുഷ, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള മാർഗം ഈ പ്രശ്നമുണ്ടായ അന്ന് മുതൽ കൃത്യമായി നമ്മൾ എല്ലാവരും നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരടി പിറകോട്ട് ഈ നിയമം പാസാക്കിയതിനു ശേഷവും മുമ്പും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇസ്ലാം മത സംഘടനകളും രാഷ്ട്രീയ പാർട്ടി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷവും ആ കാര്യത്തിൽ ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. പിന്നെ ഇവരെന്തിനാണ് ഈ സംഘപരിവാരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മുഖ്യമന്ത്രി, രാഷ്ട്രീയ എല്ലാ വിഭാഗം ആളുകളും വിളിച്ച് പരിഹരിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ 73 കക്ഷികൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജി ഇന്ന് വിചാരണക്കെടുത്തപ്പോൾ 3 വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് സുപ്രീം കോടതി പരാമർശിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ ചർച്ചയിൽ ആദ്യമേ പറയേണ്ടതായിരുന്നു. ഒന്ന്, വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഒരു കാരണവശാലും നോട്ടിഫൈ ചെയ്യരുത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പരാമർശം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് സ്വത്തുക്കൾ ഉപയോഗം കൊണ്ടും അതുപോലെ തന്നെ കോടതി ഉത്തരവാലും വഖഫായ സ്വത്തുക്കൾ ഒരു കാരണവശാലും അത് വഖഫ് അല്ലാതെ അതേ രീതിയിൽ വഖഫായി തുടരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. മൂന്നാമത്തതൊന്ന്, ഞങ്ങളൊക്കെ നേരത്തെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞതാണ്, പാർലമെന്റിൽ മുസ്ലിം ലീഗ് എംപിമാരും പ്രതിപക്ഷ എംപിമാരും പറഞ്ഞതാണ്. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്നത്? ഇസ്ലാം മത വിശ്വാസികളുടെ ആരാധനാ കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടതാണ്.
അത് തീരുമാനിക്കേണ്ടത് ഇസ്ലാം മതവിശ്വാസികളാണ്. അതുകൊണ്ട് എക്സ് ഒഫീഷ്യ അംഗങ്ങൾ ഒഴികെയുള്ള വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളും ഇസ്ലാം മതവിശ്വാസികൾ ആയിരിക്കലാണ് നല്ലത് എന്നുകൂടി ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് പരാമർശം നടത്തിയത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ശരി, അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. അതിനകത്ത് കളക്ടർമാർക്ക് പരിശോധന നടത്താം എന്നുള്ള ഓപ്ഷൻ വന്നത്, അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് അതിനെ സുപ്രീം കോടതി സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ കളക്ടർമാരുടെ പരിശോധന തുടങ്ങുന്ന അവസരത്തിൽ നിലവിൽ വഖഫ് ആയിട്ടുള്ള ഭൂമി, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അത് ഡീനോട്ടിഫൈ ചെയ്താൽ, അതായത് വഖഫ് അല്ല എന്ന് നോട്ടിഫൈ ചെയ്താൽ അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ കളക്ടറുടെ പരിശോധന നടത്തുന്നതിൽ തെറ്റില്ല എന്നും ഉണ്ട് കേട്ടോ. അതിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. കാരണം ഏറ്റവും വലിയൊരു ആശങ്ക കൂടിയായിരുന്നു അത് ഡീനോട്ടിഫൈ ചെയ്യുമോ ഉടൻ എന്നുള്ള കാര്യം. അങ്ങനെ വരുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വാദത്തിനെടുക്കുവാൻ സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഏതെങ്കിലും ഭൂമികൾ അങ്ങനെ ഡീനോട്ടിഫൈ ചെയ്ത് പോയാൽ അത് സാമൂഹ്യ നീതി അല്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മിക്കവാറും അതൊരു ഇടക്കാല ഉത്തരവായിട്ട് നാളെ വരുവാനും സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, അല്ല അത് നാളെ കൂടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾ മഞ്ജുഷ പറഞ്ഞതുപോലല്ല, അത് കലക്ടറോ മറ്റാരെങ്കിലും പരിശോധിച്ചോട്ടെ. പക്ഷെ പരിശോധിക്കുന്ന ആള് ഇത് പ്രശ്നത്തിലാക്കി ഇത് പിടിച്ചെടുക്കുന്ന സമീപനം ശരിയല്ല. അതെന്ത് നിയമമാണ്? അങ്ങനെ തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് നിയമമാണ് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വിശദമായി ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇതിലെ എന്താ പറയാ പോരായ്മകളാണ്. ഈ നിയമം കൊണ്ടുവന്നതിന്റെ ദുരുദ്ദേശം വളരെ വ്യക്തമായി നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കോടതി ശരിവെക്കുകയാണ്. ഞങ്ങളൊക്കെ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ വിശ്വാസമർപ്പിക്കുകയാണ്. ആ വിശ്വാസം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്, ഫാസിസ്റ്റ് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. വിധി എന്തും വരട്ടെ. പക്ഷേ ഇന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായി ബോധ്യമായ സംഗതി 3 വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആ 3 സുപ്രധാനമായ കാര്യങ്ങളും കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒന്ന്, എക്സ് ഒഫീഷ്യ അംഗങ്ങൾ ഉൾപ്പെടെ വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളും ഇസ്ലാം മത വിശ്വാസികളാണ്. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഒരു കാരണവശാലും എക്സോഫീഷ്യോ അംഗങ്ങൾക്ക് അങ്ങനെയല്ല. എക്സോഫീഷ്യോ അംഗങ്ങൾ അമുസ്ലിങ്ങളായാലും കുഴപ്പമില്ല എന്നാണ്. ബാക്കി അംഗങ്ങൾ, റെഗുലർ അംഗങ്ങൾ, അവർ മുസ്ലിങ്ങളായിരിക്കണം എന്നാണ്. കാരണം അത് ഹർജിക്കാർക്ക് അനുകൂലമായ ഒരു നിർദ്ദേശം തന്നെയാണ്. ഹർജിക്കാർക്ക് അനുകൂലമായ നിർദ്ദേശമാണ്, കേന്ദ്ര സർക്കാരിനെതിരായ നിർദ്ദേശമാണ്. പക്ഷെ അതിന്റെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പരമാവധി 2 അമുസ്ലിങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞപ്പോൾ ഈ നിയമം പരിശോധിച്ചപ്പോൾ അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. കാരണം ഇപ്പോൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി അവിടെ വഖഫ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് വരും. അപ്പോൾ ഒരു അമുസ്ലിം ആയിരിക്കും. അതും അങ്ങനെ എണ്ണം പരിശോധിച്ച് നോക്കിയപ്പോൾ 2 അല്ലല്ലോ, അതിൽ കൂടുതലാണല്ലോ എന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ വേണമെങ്കിൽ അമുസ്ലിങ്ങളാകാം, പക്ഷേ മറ്റംഗങ്ങൾ അവരുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണമെന്നത് ശരിയാണ്. ഹർജിക്കാർക്ക് അനുകൂലമായ ഒരു നിർദ്ദേശമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ